വണ്ടീൻ്റെ ഫ്രണ്ടിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. ഗുണ കേവിലാകപ്പെട്ട സുഭാഷിൻ്റെ അവസ്ഥ കേട്ടോ. അങ്ങനെ വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈശ്വരൻ കാണിച്ചു തന്നപ്പോൾ അതയിലൂടെ ഞങ്ങൾ അങ്ങനെ പോയിട്ടോ. ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടൊരു അടിപൊളി വീഡിയോ കേട്ടോ. എന്താണെന്നല്ലേ, നമ്മളിന്നൊരു ട്രിപ്പ് പോകുമ്പോൾ ഗൈസ് നമ്മളെ സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാറിനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം. പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം വട്ടവട. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളായിട്ടാണ് കേട്ടോ നമ്മളുടെ യാത്ര. നമ്മളിതേപോലെ ഇറങ്ങിയും കയറിയും ഒക്കെ ആട്ടോ പോകുന്നത്. ഞങ്ങൾ രാവിലെ പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതേപോലെ അടിപൊളി വ്യൂകൾ കിട്ടി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുണ്ടള ഡാം ക്രോസ് ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് കാറിലെ ടെമ്പറേച്ചർ നോക്കിയപ്പോഴാട്ടോ 9 ഡിഗ്രി സെൽഷ്യസ്. അത്രയും തണുപ്പാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പുറത്ത് ഞങ്ങൾ കുണ്ടള ഡാമിൽ നോക്കിയപ്പോൾ ലേക്കിൽ നിന്ന് നല്ല രീതിയിൽ ആവി, തണുപ്പായതുകൊണ്ട് തന്നെ ആവി ഇങ്ങനെ പറന്നു പോകുന്നത് നല്ല രീതിയിൽ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് കേട്ടോ മൂന്നാറിലേക്ക് വന്നിട്ടുള്ളത്. പോന്നപ്പോൾ അവിടെ 39-40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴോ നല്ല തണുപ്പ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ഗാർഡ് ഉണ്ടാവും. അവർക്ക് നമ്മളുടെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് കേട്ടോ നമ്മളെ പാമ്പാടിജോല നാഷണൽ പാർക്ക്. കേരളത്തിലെ 6 നാഷണൽ പാർക്കുകളിൽ ആകെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആകെയുള്ളൊരു നാഷണൽ പാർക്കാണ് കേട്ടോ നമ്മുടെ പാമ്പാടിജോല നാഷണൽ പാർക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഡെൻസ്ലി തിക്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ടോ, നല്ല അടിപൊളിയാണ് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് അറൗണ്ട് 10 കിലോമീറ്റേഴ്സാണ് കേട്ടോ. വളവും തിരിവുമായിട്ടുള്ള കുറേ നല്ല അടിപൊളി വഴികളാണ്. നമുക്ക് നല്ല ഫീൽ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ ഫസ്റ്റ് ആനിമൽ സൈറ്റിങ്. ഒരടിപൊളി മുട്ടൻ കാട്ടി, മസിൽമാൻ്റെ ഒക്കെ പോലെ നല്ല ജിമ്മൻ ബോഡി ആയിട്ടുള്ളൊരു അടിപൊളി കാട്ടിയാണ് കേട്ടോ നമ്മുടെ സംഭവം. ഞങ്ങളങ്ങനെ കാട്ടിയൊക്കെ കണ്ട് അങ്ങനെ പോയിട്ടോ. അങ്ങനെ കാട് ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരാളെ കണ്ടു. ഞങ്ങളുടെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. വേറെ ആരുമല്ല കേട്ടോ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗൈഡായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഈശ്വരൻ പറഞ്ഞു ഫുൾ ഓഫ് റോഡാണ്, അതുകൊണ്ട് തന്നെ കാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തട്ടാനൊക്കെ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജീപ്പിൽ പോകേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ ജീപ്പിൽ പോകാമെന്നൊക്കെ തീരുമാനിച്ചു. ജീപ്പിൽ കയറി പോയി. ഈ ഫ്രണ്ടിലിരിക്കുന്ന നീല ടീഷർട്ട് ഇട്ടുള്ള പുള്ളിയാണ് കേട്ടോ ഈശ്വരൻ. ഗൈസ്, നിങ്ങൾ പോകുന്നത് സമ്മറിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വല്ല മാസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതണം കേട്ടോ. കാരണം നല്ല പൊടിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രശ്നമാവും കേട്ടോ. അങ്ങനെ ഗൈസ് പോയി ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തി കേട്ടോ. അവിടെ ആ കാണുന്നതില്ലേ, അതൊരു ആദിവാസി ഊരാണ് കേട്ടോ. പിന്നെ ആ ലാസ്റ്റിലൊരു ചെറിയ മല കാണുന്നില്ലേ, അതുവരെയാണ് കേട്ടോ ഇടുക്കി. അതിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അങ്ങനെ പോയി വേറെ ലൊക്കേഷനിലെത്തി. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൽ കണ്ട ഗുണ കേവിൻ്റെ ഫീൽ വരുന്ന ഒരു അടിപൊളി കേവ് കേട്ടോ. അങ്ങനെ ഗൈസ് ഇടുങ്ങി പിടിച്ച വഴികളിലൂടെയൊക്കെ പോയിട്ട് ഒരു കേവിലേക്ക് എത്തിയിട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഗുണ കേവിലാകപ്പെട്ട സുഭാഷിൻ്റെ അവസ്ഥ കേട്ടോ. അതേപോലെ കുട്ടേട്ടൻ ഇറങ്ങിയിട്ട് എടുത്തതും ഒക്കെ അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഫീല് തോന്നിയത് കേട്ടോ. ഗൈസ് അതിനുള്ളിൽ ഫുൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ ലൈറ്റ് കത്തിച്ചിട്ട് വേണം കേട്ടോ ഉള്ളിൽ കയറാൻ. നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാരിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതിൽ തന്നെ നമുക്ക് 2-3 വഴികൾ വരുന്നുണ്ട് കേട്ടോ. ഈശ്വരൻ കാണിച്ചു തന്നപ്പോൾ അതയിലൂടെ ഞങ്ങൾ അങ്ങനെ പോയി കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളൊരു വെളിച്ചം കണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കയറി മുകളിലേക്ക് കേട്ടോ. കയറാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി കേട്ടോ. ഗൈസ് ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈശ്വരൻ കയറിയത്. അപ്പം ഞാൻ ചോദിച്ചു കൈ വേണമെന്ന്. അപ്പോൾ ഈശ്വരൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ സ്ഥിരം കയറുന്നതാണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഗൈസ് എല്ലാവരും കയറി വന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഈ കൊടൈക്കനാലിൽ വരുന്ന ഗുണ കേവിൻ്റെ അടുത്തുള്ള ആ മരമല്ലേ, അതുപോലൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ട് അതിൻ്റെ വേരുകൾ ഇങ്ങനെ കാണാൻ. അതുപോലെ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ഗുഹകൾ പോലുള്ള കുഞ്ഞു കുഴികൾ കാണാം കേട്ടോ. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൂട്ടേട്ടനും സുഭാഷും ആയിരിക്കും. അപ്പോൾ അതുപോലെ കുഴികളുള്ള വഴി കൂടെയൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം കേട്ടോ പോകുന്നത്. കുട്ടികളുള്ളപ്പോൾ തീർച്ചയായും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളങ്ങനെ ഗുണ കേവ് ഉള്ള കേവൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവുക കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നൊരു പാലാണ് കേട്ടോ നിങ്ങളിപ്പോൾ ആ കണ്ടത്. ഗൈസ് നമ്മളങ്ങനെ ജീപ്പിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ ഇനി വേറെ ലൊക്കേഷനിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ പോയി നമ്മളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഒരു വലിയ മല,
അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞി ആദിവാസി ഊര് കേട്ടോ. ഇവർക്ക് വെഹിക്കിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മൾ കണ്ട ഊരിൽ അങ്ങനെ വെഹിക്കിൾസും വരാനുള്ള വഴി അങ്ങനെയൊന്നുമില്ല. ഞങ്ങളങ്ങനെ ആദിവാസി ഊരൊക്കെ കണ്ടിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കേട്ടോ. ഗൈസ്, ഈ ജീപ്പ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആവട്ടോ നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കുത്തിക്കുലുക്കാട്ടോ അവിടെ. അങ്ങനെ ഗൈസ്, കുത്തിക്കുലുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. അവിടെ ഒരു അപാര അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചെറുതായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ടേ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയതാണ് കേട്ടോ. നമ്മളവിടെ ഇരിക്കുമ്പോഴേ നമ്മൾ മേഘത്തിൻ്റെ ഒക്കെ മുകളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളവിടെ കുറച്ച് നേരം നിർത്തിയിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിക്കുലുക്കും വലിയ വലിയ കയറ്റങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെ വണ്ടിക്ക് നല്ല ടെമ്പറേച്ചർ കൂടി കിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു കേട്ടോ. നമ്മൾ ലൊക്കേഷൻ ആയിരുന്നു വട്ടവടയുള്ള സ്ട്രോബെറി ഫാം ആയിരുന്നു കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അവിടെ നിങ്ങൾക്ക് സ്ട്രോബെറി കായ്ച്ച് നിൽക്കുന്നത്, അതേപോലെ തന്നെ സ്ട്രോബെറി ജാം, ഫ്രഷ് സ്ട്രോബെറിൻ്റെ വൈന്, ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഏക്കർ കണക്കിനുള്ള സ്ട്രോബെറി ഫാമും അതൊക്കെ കണ്ടിട്ട് കുറച്ച് സ്ട്രോബെറിയും ജാമും വൈനും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുകയായിട്ടോ. ഗൈസ്, നിങ്ങളെ വണ്ടി അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വട്ടവടയ്ക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഫുൾ ടാങ്ക് ആക്കിയിട്ടിട്ട് വരണം. കാരണം വട്ടവടയിൽ കുറച്ച് നല്ലോണം പോകണം, എന്നാലേ നിങ്ങൾക്ക് പെട്രോൾ കിട്ടുകയുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ മൂന്നാർ ടൗണിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും കേട്ടോ. ഗൈസ്, ഇവർ കൊണ്ടുവന്നതിന് അവർ ചാർജ് ചെയ്യുന്നത് ആൾമോസ്റ്റ് 2500 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വട്ടവടയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. കാരണം നല്ല ചേട്ടന്മാരാണ്, ഇവർ നല്ല സർവീസുമാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും കൂത്തിയാണ് പൊട്ടിച്ചാളി. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.